എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഭാഗ്യ നമ്പറിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ആ രീതിയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നു. അത് മനസ്സിലാക്കി പ്രയോഗിച്ചാൽ പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരും. അതായത് മൊബൈലിൻ്റെ പാസ്വേഡുകളിൽ മൊബൈലിൽ നമ്മൾ ശേഖരിക്കുന്ന പാസ്വേഡുകൾ ഭാഗ്യ നമ്പർ ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കാർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഭാഗ്യ നമ്പർ അനുസരിച്ച് സെറ്റ് ചെയ്താൽ വളരെ നല്ലതാണ്. അതുപോലെ ഒരു ഫോണിൻ്റെ സിം എടുക്കുമ്പോൾ ഭാഗ്യ നമ്പർ എടുത്താൽ വളരെ നല്ലതാണ്. നമ്മുടെ ജനന സമയവും ഒക്കെ അല്ലെങ്കിൽ ജനന തീയതിയും ഒക്കെ അതിൻ്റെ അക്കങ്ങൾ കൂട്ടിയും കുറച്ചും ഒക്കെ ആണ് അത് സെറ്റ് ചെയ്യും. അങ്ങനെ എടുക്കുന്ന നമ്പർ ലോട്ടറിയിൽ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൈസ് അടിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കണക്ക് കൂട്ടി എടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ കണക്ക് കൂട്ടി അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിൻ്റെ അക്കങ്ങളോ ഒക്കെ കൂട്ടി എടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമ്മാനം ലോട്ടറിയിൽ ഉറപ്പാണ്. അങ്ങനെ രീതികൾ അവലംബിക്കുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു ചതുരത്തിലുള്ള ഒരു കളം വരയ്ക്കും. എന്നിട്ട് ഇടതുവശത്ത് മുകളിലുള്ള കളത്തിൽ 1 എന്നും വലതുവശത്ത് മുകളിലുള്ള കളത്തിൽ 3 എന്നും രേഖപ്പെടുത്തുക. അതിനുശേഷം വലതുവശത്ത് താഴെയുള്ള കളത്തിൽ 9 എന്നും ഇടതുവശത്ത് താഴെയുള്ള കളത്തിൽ 6 എന്നും രേഖപ്പെടുത്തുക. ഇത് ഫിക്സഡാണ്, ഇതിന് മാറ്റമില്ല. ഇങ്ങനെ വേണം എല്ലാവരും എഴുതുവാനായിട്ട്. ഇന്നത്തെ തീയതിയുടെ അതായത് ഇന്നിപ്പോൾ 23-ാം തീയതിയാണെന്നിരിക്കട്ടെ. ആ 23-ാം തീയതി കണക്കാക്കുമ്പോൾ അത് നടുക്കുള്ള വലിയ കളത്തിൽ എഴുതുക. അതിൻ്റെ 2 എന്ന അക്കം അതിന് തൊട്ട് മുകളിലുള്ള കളത്തിലും 3 എന്ന അക്കം അതായത് 23-ൻ്റെ 3 തൊട്ട് താഴെയുള്ള കളത്തിലും രേഖപ്പെടുത്തണം. അതിനുശേഷം ഇടതുവശത്ത് മുകളിലുള്ള കളത്തിൽ നിങ്ങളുടെ ജനന തീയതിയുടെ ഡേറ്റ് എഴുതുക. ഡേറ്റിൻ്റെ ആദ്യത്തെ അക്കം അതായത് 29-ാം തീയതിയാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ 2 എന്നും വലതുവശത്ത് മുകളിലുള്ള അതായത് 2-ാമത്തെ കളത്തിൽ 9 എന്നും എഴുതുക. അങ്ങനെ എഴുതിയ ആ കണക്കിൽ ഏറ്റവും മുകളിലുള്ള കളത്തിലെ 2 അക്കങ്ങളായ 2ഉം 3ഉം തമ്മിൽ കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് 5 എന്ന സംഖ്യ കിട്ടും. അത് സൈഡിൽ എഴുതാം. അതിനുശേഷം അതിന് തൊട്ട് താഴെ ഉള്ള കളത്തിൽ വലതുവശത്ത് മുകളിലുള്ള അക്കവും ഇടതുവശത്ത് മുകളിലുള്ള അക്കവും കൂടി ചേർത്ത് 9ഉം 2ഉം 11 എന്ന് എഴുതാം. അതിനുശേഷം ഏറ്റവും താഴെ ഉള്ള 3 കളത്തിലെയും അക്കങ്ങൾ എഴുതി കണക്ക് കൂട്ടുമ്പോൾ 18 എന്ന് കിട്ടും. ഇങ്ങനെയുള്ള സംഖ്യകൾ 3 സംഖ്യകളും 5, 11, 18 എന്ന് താഴെ എഴുതി. അതിനുശേഷം ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്ന 5ഉം 2-ാമത്തെ കളത്തിൽ എഴുതിയ 11ഉം കൂടി കൂട്ടി 16 എന്ന സംഖ്യ കിട്ടും. ഈ 16 എന്ന സംഖ്യ എഴുതിയിട്ട്
അതിൽ നിന്ന് രണ്ടാമത്തെ കളത്തിൽ എഴുതിയ 11 എന്ന സംഖ്യ കുറയ്ക്കുമ്പോൾ 5 എന്ന സംഖ്യ കിട്ടും. 11 എന്ന സംഖ്യയും തൊട്ടു താഴെയുള്ള 18 എന്ന സംഖ്യകളും കൂടി കൂട്ടുമ്പോൾ 34 കിട്ടും. ആ 34 എന്ന സംഖ്യ അവസാനിക്കുന്ന ലോട്ടറികൾ വാങ്ങുന്നതും അതുപോലെ തന്നെ കാറിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി അവസാനത്തെ നമ്പറായിട്ടും ഒക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പാസ്വേഡുകളായിട്ട് തിരഞ്ഞെടുക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ, അതായത് നമ്മുടെ ജനന സമയവും അല്ലെങ്കിൽ ജനന തീയതിയുമൊക്കെ കൂട്ടിയുള്ള അക്കങ്ങൾക്ക് ഒരു സ്പന്ദനമുണ്ടാവും. ആ സ്പന്ദനം നമുക്ക് അതൊരു ഭാഗ്യമായിട്ട് തുണയായിട്ട് വരും. അതുപോലെ തന്നെ പ്രയോഗിക്കാവുന്ന മറ്റൊരു കണക്കാണ്, ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യ നമ്പർ ഉണ്ട്. ആ ഭാഗ്യ നമ്പർ അനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും സെറ്റ് ചെയ്യുകയും ചെയ്താലും നമുക്ക് ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചെയ്യും. അത് അശ്വതി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പറുകൾ 7ഉം 9ഉമാണ്. മകം മൂലം നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ 7ആണ്. ഭരണി നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ 9ആണ്. പൂരം നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ 9ഉം 6ഉമാണ്. പൂരാടം നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പർ 6ആണ്. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 1ആണ്. രോഹിണി, അത്തം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 2ആണ്. പുണർതം, വിശാഖം, പൂരുട്ടാതി നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 3ആണ്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 8ആണ്. ആയില്യം, തൃക്കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങളുടെ ഭാഗ്യ നമ്പർ 5ആണ്. ഇവയാണ് ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പർ. ഈ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഭാഗ്യ നമ്പരും ജനന തീയതിയോ ജനന വർഷമോ ഒക്കെ പരസ്പരം കൂട്ടിയും കുറച്ചും കിട്ടുന്ന സംഖ്യകൾ അവരവരുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് ഓരോരുത്തർക്കും കൂട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെയുള്ള കൂട്ടിയെടുക്കുന്ന സംഖ്യകൾ പുറത്തേക്ക് പോകുന്ന അവസരത്തിൽ ലോട്ടറി ആയിട്ട് ആ നമ്പറിൽ കാണുകയാണെങ്കിൽ അത് എടുക്കുന്ന പക്ഷം ലോട്ടറി അടിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന നമ്പറുകൾ നിങ്ങൾക്ക് പാസ്വേഡായിട്ടും ബൈക്കിൻ്റെ നമ്പറായിട്ടോ മൊബൈൽ ഫോണിൻ്റെ നമ്പറായിട്ട് ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.